സംഭവം നടക്കുന്നത് ഇന്ത്യക്കെതിരെ തുരുതുരെ അമ്പുകൾ എയ്തി വിടുന്ന ജസ്റ്റിൻ ട്രൂഡോ എന്ന മഹാൻ ഭരിക്കുന്ന കാനഡയിലാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇന്ത്യ വിട്ട് രക്ഷയ്ക്കായി അഭയം പ്രാപിക്കുന്ന ഒരു രാജ്യവുമാണ് കാനഡ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ. കാരണം അവർക്ക് അവിടെ ഭേദപ്പെട്ട ജോലി മാത്രമല്ല, വൃത്തികെട്ട രാഷ്ട്രീയമില്ലാതെ സമാധാനമായിട്ട് കഴിയാൻ പറ്റുന്നു എന്നതാണ്. അപ്പോൾ അവിടെ വിമാനത്താവളത്തിൽ, ടൊറോണ്ടോയിൽ വിമാനത്താവളത്തിൽ വെച്ച് ലഗേജ് ഇറക്കുന്നതിനിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു പിഴവ്. പെട്ടികൾ ഓരോന്നായിട്ട് അങ്ങനെ ഇറക്കുന്നതിനിടെ അതിലൊരെണ്ണം ചെറുതായി ഒന്ന് പൊട്ടി. അതിൽ നിന്ന് ചാടി പുറത്തു വന്നത് എന്താ? ആരാ? ജീവനുള്ള നിരവധി പാമ്പുകളൊന്നും അല്ല കേട്ടോ, ഈലുകൾ. ഒറ്റ നോട്ടത്തിൽ പാമ്പുകളെ പോലെ തോന്നിക്കുന്ന ഇവ റൺവേക്ക് സമീപം കിടന്ന് പുളയുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുളകത്തോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കാനഡയിലെ വാൻകൂവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇത് കഴിഞ്ഞയാഴ്ച സംഭവിച്ചത്. ടൊറൻഡോയിൽ നിന്ന് വാൻകൂവറിലേക്ക് വന്ന എയർ കാനഡയുടെ കാർഗോ വിമാനത്തിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോഴാണ് പെട്ടികളിലൊന്ന് അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നത്. അതിൽ നിറയെ ഈലുകളായിരുന്നു. അവ പുറത്തേക്ക് ഓരോന്നോരോന്നായി ചാടി. ഓരോന്നിനും 1/2 മീറ്ററോളം നീളവുമുണ്ട്. പാമ്പുകളോട് രൂപസാദൃശ്യമുള്ള മത്സ്യങ്ങളാണ് ഈ ഈലുകൾ. ആഴമില്ലാത്ത കടൽ മേഖലയിൽ കാണപ്പെടുന്ന ഇവ മിക്കപ്പോഴും മണലിൽ പുതഞ്ഞായിരിക്കും ഇരിക്കുക. ഇര പിടിച്ച് ഭക്ഷണം തേടുന്ന ഇവ മാംസഭുക്കുകളുമാണ്. ചെറു മത്സ്യങ്ങളും മറ്റ് ചെറിയ കടൽ ജീവികളുമാണ് പ്രധാന ഭക്ഷണം. ശുദ്ധജലത്തിൽ വസിക്കുന്ന ഈലുകൾ പ്രാണികളുടെ ലാർവയും ഭക്ഷിക്കുന്നു. പക്ഷേ അതൊക്കെ അങ്ങനെ പോട്ടെ, ഇങ്ങനെന്തിനാണ് ഇതിനെ ഇത്രയെണ്ണത്തിനെ പിടിച്ച് പാക്കറ്റിലാക്കി എങ്ങോട്ടോ അതായത് ടൊറാൻഡോയിലോട്ട് അയച്ചത് എന്തിനാണെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ പ്രശ്നമാകും. തിമിംഗലത്തിൻ്റെ വിസർജ്യമെല്ലാം കയറ്റി അയക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. വിസർജ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും.